നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു ഹാഫ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ രാവിലെ നമ്മൾ അതിരാവിലെ ഒരു 7:45 ആയപ്പോഴത്തേന് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിരാവിലെ എന്ന് പറയുന്നത് ആ ഒരു സമയമൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാഡോ എന്നെ ഒന്ന് ഇറക്കി വിടാവോന്ന് ചോദിച്ചാൽ കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം നമ്മളിതാ ചായയൊക്കെ വെക്കാൻ പോവാണ്, കാപ്പിയൊക്കെ വെക്കാൻ പോവാണ്. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീട് വെഞ്ചരിപ്പിന് അച്ഛൻ വരുന്ന ദിവസമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 22-ാം തീയതിയാണ് വീട്ടിൽ കഴുന്നുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛന്മാർ വീട് വെഞ്ചരിക്കാൻ വരുന്നതാണ് കേട്ടോ. ഇത് അങ്ങനെ ജാതിമത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും കൊണ്ടാടുന്ന ഒരു കഴുന്ന് പ്രദക്ഷിണം ആണ്. അപ്പം നമുക്ക് രാവിലെ കപ്പയും മീൻകറിയൊക്കെ ആയിരുന്നു. മാളുവിന് പിന്നെ അങ്ങനെ പറഞ്ഞൊക്കെ വിട്ടു കേട്ടോ. കപ്പയും മീൻകറിയൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കെന്താ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഇത് വെട്ടിക്കളയണം എന്ന് ജോളിമ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പേരമരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരക്ക. ഞാൻ മുന്നേ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മുടെ സലിമയുടെ അവിടെ നിന്ന് പേരക്ക പറിച്ച് തിന്നുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര. അപ്പം പേരക്ക എന്ന് പറയുന്നത് അപ്പം ഈ എവിടെ കിളുത്ത് നിൽപ്പുണ്ടെങ്കിലും ഞാനത് കളയണ്ട എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ അത് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അല്ലേ വീട്ടിൽ കഴിയുന്നതാണെന്നുള്ള കാര്യം. അപ്പം നമ്മൾ വിളക്കൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ജോലിയമ്മയ്ക്ക് നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ എവിടെയെല്ലാം അടിച്ച് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി തന്നു. പിന്നെ ഞാൻ കുറച്ച് തുടയ്ക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. പിന്നെ നമുക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ രാവിലെ തന്നെ തീർത്തുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നമുക്ക് പിന്നെ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ പരിപാടികളും ഏകദേശമൊക്കെ പൂർത്തിയാക്കി. പിന്നെ എന്താണ് പറയുന്നത്, നമുക്കങ്ങനെ എന്തൊക്കെ ഫുഡുകളാണ് കഴിച്ചത്, ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചതെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ലായിരുന്നു. എനിക്കും ജോളിയമ്മയ്ക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അതായത് നമ്മൾ ഈ തക്കാളിയും അതുപോലെ തന്നെ സവോളയും കൂടി വഴറ്റിയിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു കറി ഉണ്ടല്ലോ, ആ കറിയാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ചോറും കൂടിയാണ് കഴിച്ചത്. അതൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചോറ് കഴിച്ചപ്പോൾ തന്നെ നമ്മളൊരു 4:45-5 മണിയോട് കൂടിയാണ് നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ രാവിലെ തൊട്ട് ഇന്ന് അതായത് ഇന്ന് അച്ഛന്മാർ വെഞ്ചരിക്കാൻ വരുമല്ലോ, അപ്പം വീട് നീറ്റായിട്ട് കിടക്കണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. അവിടെ ക്ലീൻ ആക്കാനുണ്ട്, ഇവിടെ ക്ലീൻ ആക്കാനുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോലിയമ്മ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിളക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അതുപോലെ തന്നെ മെഴുകുതിരി വെക്കാനുള്ളത്, പിന്നെന്താ സാമ്പ്രാണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജോളിയമ്മയും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അച്ഛന്മാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, അതായത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, വിശേഷങ്ങളും കാര്യങ്ങളും പള്ളി പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഷാഡോയുടെ ഒരു കുഞ്ഞൊരു പോർഷനും കൂടെ കാണിച്ചിട്ട് ഞാൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം അതിരമ്പുഴ പള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.